KPCC അധ്യക്ഷനെയും KPCC വർക്കിംഗ് പ്രസിഡന്റുമാരെയും നിയമിച്ചതിന് പിന്നാലെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ DCC അധ്യക്ഷന്മാരെയും മാറ്റി നിയോഗിക്കുവാൻ ഹൈക്കമാൻഡ് തീരുമാനമെടുത്തുവെന്നാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മാത്രം നിയമിതനായ തൃശൂർ DCC അധ്യക്ഷനൊഴികെ മറ്റ് 13 പേർക്കും സ്ഥാനചലനമുണ്ടാകുമെന്നാണ് ഏറെക്കുറെ ഉറപ്പാക്കാൻ കഴിയുന്നത്. ഈ സാഹചര്യത്തിൽ DCC അധ്യക്ഷ പദവി ലക്ഷ്യമിട്ട് വിവിധ ജില്ലകളിൽ വിവിധ നേതാക്കളും ഗ്രൂപ്പുകളും കരുനീക്കങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഗുജറാത്തിലടക്കം AICC പരീക്ഷിക്കുന്ന ഒരു രീതിയാണ് DCC അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലും ഉപയോഗിക്കുക എന്നും അറിയാൻ കഴിയുന്നുണ്ട്. അതായത് അന്യ സംസ്ഥാനത്ത് നിന്ന് ഒന്നിലധികം നേതാക്കളെ ഓരോ ജില്ലയിലും നിരീക്ഷകരായി രംഗത്തിറക്കുകയും അവർ മുതിർന്ന നേതാക്കളും പ്രവർത്തകരുമായി സംസാരിച്ചുകൊണ്ട് ഒരു 5 അംഗ പാനൽ തയ്യാറാക്കുകയും ചെയ്യും. ഈ 5 അംഗ പാനൽ അവർ ഹൈക്കമാൻഡിന് സമർപ്പിക്കുകയും അതിൽ നിന്ന് രാഷ്ട്രീയ, സാമൂഹിക, സാമുദായിക ഘടകങ്ങൾ പരിഗണിച്ച് ഓരോ ജില്ലയ്ക്കും അനുയോജ്യനായ പ്രസിഡന്റിനെ ഹൈക്കമാൻഡ് തീരുമാനിക്കുകയും ചെയ്യുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. നിലവിൽ കോട്ടയം ജില്ലയിലെ അധ്യക്ഷനായ നാട്ടകം സുരേഷ് പദവിയിൽ നിന്നും മാറ്റപ്പെടുകയാണെങ്കിൽ ആരായിരിക്കും ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കടന്നു വരിക എന്ന ഒരു വിലയിരുത്തലാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രവർത്തകരും നേതാക്കളും കോട്ടയം ജില്ലയിൽ നിന്ന് നിലവിൽ കോട്ടയം ജില്ലാ UDF കൺവീനറായ ഫിൽസൺ മാത്യു DCC അധ്യക്ഷ പദവിയിലേക്ക് കടന്നു വരുമെന്നാണ് വിലയിരുത്തുന്നത്. കോട്ടയത്തെ മുതിർന്ന കോൺഗ്രസ് നേതാവായ KPCC അച്ചടക്ക സമിതി അധ്യക്ഷനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായും പ്രതിപക്ഷ നേതാവ് VD സതീശനുമായും ഏറെ അടുപ്പം പുലർത്തുന്ന വ്യക്തിത്വമാണ് ഫിൽസൺ മാത്യു. ജില്ലയിലെ പ്രമുഖ അഭിഭാഷകനായ ഇദ്ദേഹം കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ ഉപാധ്യക്ഷനായും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ്. അദ്ദേഹം ഒരു യാക്കോബായ സമുദായ അംഗമാണ് എന്നുള്ളത് മാത്രമാണ് ഓർത്തഡോക്സ് കത്തോലിക്ക ഭൂരിപക്ഷമുള്ള കോട്ടയം ജില്ലയിൽ അദ്ദേഹത്തിന് എതിരായേക്കാവുന്ന ഏക ഘടകമെന്നും വിലയിരുത്തപ്പെടുന്നു. പരമ്പരാഗത ഗ്രൂപ്പ് വൃത്തങ്ങൾ ഇപ്പോൾ ഉയർത്തിക്കാട്ടുന്നത് പാലാക്കാരനായ താരതമ്യേന യുവ നേതാവായ അഡ്വക്കേറ്റ് ബിജു പുന്നത്താനത്തിന്റെ പേരാണ്. ഗ്രൂപ്പിന്റെ കോട്ടയം ജില്ലയിലെ ഏറ്റവും ശക്തനായ നേതാവ് ജോസഫ് വാഴക്കന്റെ മാനസപുത്രനും വലം കൈയും കൂടിയാണ് ബിജു പുന്നത്താനം. കോട്ടയം DCCയുടെ ഉപാധ്യക്ഷൻ എന്ന നിലയിലും കോട്ടയം ജില്ലയിലെ യൂത്ത് കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷൻ എന്ന നിലയിലും സംഘടനാ തലത്തിലും കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ ഉപാധ്യക്ഷൻ എന്ന നിലയിൽ ഭരണതലത്തിലും മികവ് തെളിയിച്ച കത്തോലിക്ക വിഭാഗത്തിൽ നിന്നുള്ള നേതാവ് കൂടിയാണ് ബിജു പുന്നത്താനം. കത്തോലിക്ക സമുദായത്തിന്റെ പ്രതിനിധിയായി ഉയർന്നു കേൾക്കുന്ന മറ്റൊരു പേര് നിലവിൽ കോട്ടയം DCCയുടെ ജനറൽ സെക്രട്ടറിയും സംസ്ഥാനത്തെ പ്രമുഖ അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് CB ചേനപ്പാടിയുടേതാണ്. പാർട്ടി പ്രവർത്തകരുടെ പാർട്ടി സംബന്ധമായ കേസുകൾ ഏറെക്കുറെ സൗജന്യമായി കൈകാര്യം ചെയ്തു കൊടുക്കുന്ന ഇദ്ദേഹം ജില്ലയിലെ നേതാക്കൾക്കും പ്രവർത്തകർക്കും സുപരിചിതനാണ്. കത്തോലിക്ക സഭയിലെ പിതാക്കന്മാരുമായും സഭാ സ്ഥാപനങ്ങളുമായും ഏറെ അടുപ്പം പുലർത്തുന്ന ഒരു അഭിഭാഷകൻ കൂടിയാണ് CB ചേനപ്പാടി. ലോയേഴ്സ് കോൺഗ്രസിന്റെ സംസ്ഥാനതല ഭാരവാഹിയായും ഇദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. മുൻപ് നാട്ടകം സുരേഷ് DCC അധ്യക്ഷനായി നിയോഗിക്കപ്പെടുന്ന വേളയിലും CB ചേനപ്പാടിയുടെ പേര് സജീവമായി DCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുകയും ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. നിലവിൽ ഗ്രൂപ്പുമായി സഹകരിക്കുന്ന പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ ഉയർത്തിക്കാട്ടുന്നത് INTUC ജില്ലാ അധ്യക്ഷനായ ഫിലിപ്പ് ജോസഫിന്റെ പേരാണ്. എന്നാൽ ഫിലിപ്പ് ജോസഫിന് കോട്ടയത്തെ കോൺഗ്രസിനെ നയിക്കുവാനുള്ള തലയെടുപ്പുണ്ടോ എന്ന ആശങ്ക പല കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നുണ്ട്. മറ്റൊരു പ്രശ്നമെന്ന് പറയുന്നത് അദ്ദേഹം മുമ്പ് നഗരസഭാ തിരഞ്ഞെടുപ്പിൽ സ്വന്തം വീടിനോട് ഏറെ അടുത്തിരിക്കുന്ന വാർഡിൽ നിന്ന് പരാജയപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ജില്ലയിൽ ശക്തി ഏറെക്കുറെ ചോർന്നുപോയ അവശിഷ്ട ഗ്രൂപ്പിന്റെ കാര്യവും. അവശിഷ്ട ഗ്രൂപ്പിന്റെ പ്രതിനിധിയായി KC ജോസഫിന്റെ പിന്തുണയോടുകൂടി DCC അധ്യക്ഷ സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിക്കുന്നത് നിലവിൽ കോട്ടയം DCCയുടെ ജനറൽ സെക്രട്ടറിയും മുൻപ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും KSU ജില്ലാ അധ്യക്ഷനുമായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള യുവ നേതാവ് ജോബിൻ ജേക്കബാണ്. എന്നാൽ ഫിലിപ്പ് ജോസഫിന്റെ കാര്യത്തിൽ എന്ന പോലെ തന്നെ അയ്മനം പഞ്ചായത്തിലെ സ്വന്തം വാർഡിൽ നിന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ദയനീയമായി പരാജയപ്പെട്ട വ്യക്തിത്വമാണ് ജോബിൻ ജേക്കബ്. അതുകൊണ്ട് തന്നെ ഫിലിപ്പ് ജോസഫിനും ജോബിൻ ജേക്കബിനും പേരുകൾ ഉയർന്നു വരുമെങ്കിലും അധ്യക്ഷ പദവിയിലേക്ക് വലിയ സാധ്യതകളൊന്നും കോൺഗ്രസ് വൃത്തങ്ങളിൽ കൽപ്പിക്കപ്പെടുന്നില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറെ നിർണായകമായ ഒരു ജില്ലയാണ് കോട്ടയം. അതുകൊണ്ട് തന്നെ മുതിർന്ന ഒരു നേതാവിനെ DCC അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കണം എന്ന ആവശ്യവും വിവിധ രാഷ്ട്രീയ കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ ഗ്രൂപ്പിന്റെ പ്രമുഖ നേതാവും മുൻ MLAയും
നിലവിൽ പാർട്ടിയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗവുമായ ജോസഫ് വാഴക്കനോട് ഒരുപക്ഷെ DCC അധ്യക്ഷ പദവി ഏറ്റെടുക്കുവാൻ കോൺഗ്രസ് നേതൃത്വം നിർദ്ദേശിക്കുമെന്നും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. കോട്ടയത്തെ കോൺഗ്രസിന്റെ DCC അധ്യക്ഷന്മാരുടെ സാധ്യതാ പട്ടികയെക്കുറിച്ചുള്ള ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.